ഞാൻ ഏഷ്യാനെറ്റിലാണ് ആദ്യം പ്രവർത്തിച്ചത്. ഏഷ്യാനെറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം വാർത്ത വായിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നായി. അപ്പോൾ ഇവിടെ തത്സമയ സംപ്രേഷണം ഇന്ത്യയിൽ അനുവദിക്കാത്ത കാലഘട്ടത്തിൽ. അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ആ ഡൽഹിയിൽ പണിയെടുത്ത കുറച്ച് കാലം ഒഴിച്ച് ബാക്കിയുള്ള കാലങ്ങൾ മുഴുവൻ ഈ ന്യൂസ് റൂമിൻ്റെ ഉള്ളിലാണ്. എനിക്ക് പുറത്ത് പോകാനും ഈ ആളുകളുമായിട്ടൊക്കെ ഇടപഴകാനും ഉള്ള ഒരു അവസരം കുറവായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സാങ്കേതികമായി ഞാൻ ഇപ്പോഴും റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഇറങ്ങുന്നതിനെ സാങ്കേതികമായി ഇറങ്ങുന്നു എന്നേ പറയുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു വാർത്താ ചാനലിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വം എന്ന് പറയുന്നത് ധാർമ്മികമായി പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് സാങ്കേതികമായി ഇറങ്ങുന്നത്. പൊതുപ്രവർത്തനത്തിൽ നമുക്കിപ്പോൾ നമ്മൾ ഇന്നതാകാൻ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങാൻ നമ്മുടെ മുന്നിലൊന്നുമില്ല. നമുക്ക് പൊതുപ്രവർത്തനത്തിൽ സജീവമാകാൻ കഴിയും എന്നൊരാഗ്രഹം മാത്രമാണ് വെച്ചു പുലർത്താൻ സാധിക്കും.